ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നേന്ത്രപ്പഴം കൊണ്ട് നല്ലൊരു പഴംപൊരിയാണ് തയ്യാറാക്കുന്നത്. എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ നല്ല രുചിയുള്ള പഴംപൊരി. പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടി 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം തൊലിയെല്ലാം കളഞ്ഞ് നടുക്കൊന്ന് മുറിച്ചതിന് ശേഷം ഒരു കഷ്ണം 3 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പഴുതായി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട മസാല തയ്യാറാക്കാൻ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 125 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് പത്തരിപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുക്കുക. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കലക്കിയെടുക്കണം. കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയിൽ കലക്കിയെടുക്കണം. ലൂസാവാൻ പാടില്ല, കുറച്ച് കട്ടിയായിട്ട് ഇത് കലക്കിയെടുക്കണം. ഇതിലേക്ക് ഇനി മധുരത്തിന് 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക ശർക്കരപ്പൊടി. ഇതിലേക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കാപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു കട്ടിയിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ കിട്ടണം. ഇനി ഇത് ഒരു എണ്ണ തടവിയ പ്ലേറ്റിലേക്ക് ആവി പാത്രത്തിൽ പ്ലേറ്റ് വെച്ച് കൊടുക്കണം. പാത്രം ഒന്ന് ചൂടായതിന് ശേഷം ഇത് മുക്കി പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഓരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് വെച്ച് കൊടുത്ത് ഞാനൊരു 6 എണ്ണം ഈ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനി അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരു 6 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കാതെ കണ്ടില്ലേ, നല്ല സൂപ്പർ പഴംപൊരിയാണ്. ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചൂടോടെ തന്നെ ഈ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. ഷുഗറും കൊളസ്ട്രോളെല്ലാം ഉള്ളവർക്ക് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ ഇത് പഴംപൊരിയെല്ലാം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. നല്ല സ്വാദുമാണ്. കണ്ടില്ലേ പഴംപൊരി. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. എണ്ണയിൽ പൊരിച്ചെടുത്ത അതേ ടേസ്റ്റ് തന്നെയാണ് ഈ പഴംപൊരിക്കുള്ളത്. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.